ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി ഓഫ് ലൈഫ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് അടുക്കളയിൽ കയറിയാലോ എന്ന് വിചാരിച്ചു. അടുക്കളയിലാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചൊരു പുഡിങ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാല്, മുട്ട, ബ്രെഡ്, അതിൻ്റെ ഔട്ടർ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇന്നർ വൈറ്റ് പാർട്ട് മാത്രമാണ് എടുത്തത്. പിന്നെ കോൺഫ്ലവർ, ഡ്രൈ ഫ്രൂട്ട്സ്, അത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ബദാം, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിയാണ്, അതുകൊണ്ട് അതെടുത്തു. പിന്നെ എസെൻസ്, അതും വാനിലയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അതെടുത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാല് അടുപ്പത്ത് വയ്ക്കാം. പാൽ നന്നായിട്ട് ചൂടാവൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് പാലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിന് ഒരു മുട്ട മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈ മുട്ടയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില എസെൻസാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് എസെൻസാണ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 7 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇത്രയും പാലിന് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഷുഗർ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലോണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പുഡിങ്ങിൻ്റെ പരുവത്തിലായെന്ന് തോന്നിയാൽ നമുക്കിത് അടുപ്പത്ത് നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ഡിഷ് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡിൻ്റെ ഔട്ടർ പാർട്ട് കളഞ്ഞ് ഇന്നർ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി കവർ ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ബദാം, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിയാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു ലെയർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിസ്ത എടുക്കാം, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ടോപ്പിങ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്, ഒരു ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഞാൻ ഇതേപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.